ഹായ്. ഞാൻ ഇന്നൊരു സംസാരിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്, ഫിയർ. ഓക്കെ. എവിടെയോ നല്ല വലിയ മനുഷ്യൻ, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടില്ല, വലിയ മനുഷ്യൻ വരെ പറഞ്ഞിട്ടുള്ളതാണ് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗട്ട്സ്, കറേജ്. ഓക്കെ. ഈ കറേജായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ് ഫിയർ എന്നുള്ളത്. ഓക്കെ. ഈ ഫിയറും കറേജും ഒരുമിച്ച് നിൽക്കില്ല. ഓക്കെ. കാരണം ഏതെങ്കിലും ഒന്നേ ഒരു സമയത്ത് ആക്റ്റീവ് ആവുള്ളൂ. കറേജ് ഉള്ള സമയത്ത് ഫിയർ ആക്റ്റീവ് ആവില്ല, ഫിയർ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് കറേജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗട്ട്സ് ആക്റ്റീവ് ആവില്ല. അപ്പോൾ ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു തോട്ടാണ്, നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ യോട്ടോ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓപ്പോസിഷനെ പേടിക്കരുത്. അതാരായാലും ശരി. ഓക്കെ. ഓർ യുവർ ഓപ്പോസിഷൻ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പേടിച്ചാൽ നമുക്കതിനെ കീഴടക്കാൻ പറ്റില്ല. ഓക്കെ. നമ്മളെ ഫിയർ നമ്മളെ വീക്കറാക്കി മാറ്റും. ഓക്കെ. ഫിയർ വീക്കറാക്കി മാറ്റും, അത് ആരായാലും ശരി. ഇത് ഒരു സിനിമയിലെ ഒരു റെഫറൻസ് ഉണ്ട്. ഓക്കെ. സിനിമയിലെ റെഫറൻസ് പറയുമ്പോൾ ധോണിയുടെ. ഓക്കെ. അപ്പോൾ ധോണി ഒരുപാട് ഇപ്പോൾ ഏറ്റവും 42 വയസ്സ് ലൈഫിൽ നല്ല സക്സസ്, നല്ല മൊമെൻറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും പറയും അതാണ് കാരണം, ഇതാണ് ധോണിൻ്റെ ആ ക്വാളിറ്റി പറഞ്ഞാൽ. പക്ഷെ ധോണിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, ഹീ ഈസ് എ ഫിയർലെസ് പേഴ്സൺ. ഓക്കെ. അങ്ങനൊരു മൈൻഡ് സെറ്റ് ആൾക്കുണ്ട്. ധോണിയെക്കുറിച്ച് റെഫർ ചെയ്യണത് വളരെ കുറച്ച് സിറ്റുവേഷനുകളാണ്. ഓക്കെ. ഇൻ്റർവ്യൂസിലൊക്കെ പറയും, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ചില സിറ്റുവേഷനിൽ റെഫറൻസ് കിട്ടാറുണ്ട്. അതായത് ധോണിയുടെ ഫിലിമിൽ അങ്ങനെ ഒരു റെഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. MS ധോണി ദ അൺടോൾഡ് സ്റ്റോറിയിൽ ധോണിയുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഉണ്ട്. അതായത് ഒരു ക്രിക്കറ്റ് മാച്ച്, അതായത് പഞ്ചാബും ജാർഖണ്ഡാണെന്ന് തോന്നുന്നുണ്ട്. പഞ്ചാബും ജാർഖണ്ഡായിട്ടുള്ള ഒരു രഞ്ജി ട്രോഫി മാച്ചാണെന്ന് തോന്നുന്നുണ്ട്. ആ മാച്ചിൽ ആ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷനിലേക്ക് പ്ലെയേഴ്സിനെ എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ധോണിക്ക് സെലക്ഷൻ വരാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ധോണി വേഴ്സസ് യുവരാജ് സിംഗ് ആണ് അവിടെ മാച്ച്, അതായത് ജാർഖണ്ഡ് വേഴ്സസ് പഞ്ചാബ്. ഓക്കെ. അപ്പോൾ ധോണിയുടെ ടീമാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തത്. ജാർഖണ്ഡ് ആദ്യം ബാറ്റിംഗ് ചെയ്തു, സർട്ടൻ എമൗണ്ട് എടുത്തു, 300 സംതിങ് റൺസ് അവർ സ്കോർ ചെയ്യേണ്ടത്. ധോണി ഒരു സെഞ്ചുറി നേടിയിട്ടില്ല, ഒന്നുണ്ട് നേടി. ലേറ്റർ ഓൺ പഞ്ചാബ് ബാറ്റിങ്ങിന് ഇറങ്ങണം. ഓക്കെ. ഇത് പറയേണ്ടത് അതിൽ കളി കാണിക്കുന്നില്ല, സിനിമയിൽ കളി കാണിക്കില്ല. ധോണി ഈ മാച്ചിന് ശേഷം ധോണി സെലക്ട് ചെയ്യപ്പെടുന്നില്ല ടീമിലേക്ക്, IPL മീൻസ് ഇന്ത്യൻ ടീമിലേക്ക് ധോണി സെലക്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ധോണി ഭയങ്കര തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്ന ആളുടെ ഫ്രണ്ട്സിനോട് ഈ കളിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സീനായിട്ടാണ് ആ സീൻ ഉള്ളത്. ഓക്കെ. അപ്പോൾ ധോണി ഇങ്ങനെ പറയുന്നത്, ഓക്കെ, ഞങ്ങൾ ആദ്യം ബാറ്റിംഗ് ചെയ്തു, ഞങ്ങൾ ഇത്ര റൺസ് അടിച്ചു, ഞാൻ 50 അടിച്ചു, പിന്നെ അവർ ബാറ്റിംഗ് ഇറങ്ങി, അപ്പോൾ ഒരുത്തം വന്നു, അങ്ങനെ പറയണം. എന്താ വെറുതെ എന്താ പറയുക, തമിഴ് പറയാൻ അങ്ങനെ പറഞ്ഞു. വന്നത് ആരാന്ന് ചോദിച്ചാൽ യുവരാജ് സിംഗ് ആയിരുന്നു. ഓക്കെ. യുവരാജ് സിംഗ് ആ മാച്ചിൽ 300 റൺസ് എന്തോ സ്കോർ ചെയ്തു, നല്ല സ്കോർ. അതായത് ഇവരെക്കാളും ഏറ്റവും വലിയ ലീഡിൽ പഞ്ചാബ് ജാർഖണ്ഡിനെ തോൽപ്പിച്ചു. ഓക്കെ. യുവരാജ് സിംഗ് 100 എന്തോ സ്കോർ ചെയ്ത് തോന്നുന്നുണ്ട്. ഓക്കെ. വലിയ സ്കോർ ചെയ്തു, 100 ആണെന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ. അപ്പോൾ മാച്ച് തോക്കുകയാണ്, ജാർഖണ്ഡ് മാച്ച് തോക്കുകയാണ്. അപ്പോൾ ധോണി അതിൻ്റെ ഏറ്റവും ആ ഒരു കോൺവെർസേഷൻ്റെ എൻഡിൽ പറയേണ്ടത്, ഞങ്ങൾ മാച്ച് തോറ്റത് ഗ്രൗണ്ടിലല്ല എന്ന രീതിയിൽ, അതായത് ഞങ്ങൾ മാച്ച് തോറ്റത് ഗ്രൗണ്ടിലല്ല എന്ന രീതിയിൽ പറയേണ്ടത്. അപ്പോൾ തന്നെ ഒരു ബാക്കായിട്ടുള്ളൊരു സീൻ അതിൽ കാണിക്കുന്നത്, അതായത് പിറ്റേ ദിവസം മാച്ച് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സീനുണ്ട്. മാച്ച് കഴിഞ്ഞിട്ട് പോകുന്ന സീനിൽ ഒരു ടെന്നീസ് കോർട്ടാണെന്ന് തോന്നുന്നുണ്ട്. ടെന്നീസ് കോർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ധോണിയുടെ ജാർഖണ്ഡിലെ പ്ലേയേഴ്സും തമ്മിൽ ഇങ്ങനെ നടന്നു വരികയാണ്. ഓപ്പോസിറ്റിൽ യുവരാജ് സിംഗ് നടന്നു വരുന്നുണ്ട്. ഓക്കെ. ഓപ്പോസിറ്റിൽ യുവരാജ് സിംഗ് നടന്നു വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ, ഇതാണ് യുവരാജ് സിംഗ്, അതായത് യുവരാജ് സിംഗ് അപ്പോൾ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടില്ല, അതായത് അവൻ്റെ ഇന്നിങ്സ് വരാനിരിക്കുന്നു. ആ സമയത്താണ് ഇവർ വൈകിട്ട് യുവരാജ് സിംഗിനെ കാണുന്നുണ്ട്. ഓക്കെ. യുവരാജ് സിംഗ് ഓപ്പോസിറ്റിൽ നടന്നു വരുന്നു, ധോണിയുടെ ടീം മെമ്പറും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ടീം മെമ്പേഴ്സിൽ ഇതാണ് യുവരാജ് സിംഗ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താ നടക്കുന്നതാണ്, ധോണി യുവരാജ് സിംഗിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. ധോണി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധോണി മിണ്ടാണ്ട് അവൻ എന്താ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്, അങ്ങനെ സുഖമായി നടന്നു പോകുന്നു. ബാക്കി എല്ലാവരും യുവരാജ് സിംഗിനെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഓക്കെ. യുവരാജ് സിംഗ് ഇങ്ങനെ അന്തം വിട്ട് ഒരു ടൈപ്പ് വ്യൂവിൽ നിൽക്കുകയാണ്. ഓക്കെ. പക്ഷെ ധോണി നോട്ട് മൈൻഡിങ്, അങ്ങനെ ധോണിയുടെ ഇതിൽ നടന്നു പോകണം. അപ്പോൾ ധോണി പറയുന്നത് ഇതാണ്, ഞങ്ങൾ മാച്ച് തോറ്റത് പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ ആ ടെന്നീസ് കോർട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ മാച്ച് തോറ്റായിരുന്നു. അതായത് യുവരാജ് സിംഗിനെ കണ്ട് ധോണിയുടെ പ്ലേയേഴ്സ് എല്ലാം അന്തം വിട്ട് പോയി. ഓക്കെ. അതായത് നമ്മൾ ഒരു കാര്യത്തിനെ കണ്ട് അന്തം വിട്ട് പോയി, പിന്നെ ആ വ്യക്തിയോട് പോയി കോമ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ജയിക്കൂ. ഓക്കെ.
ഇല്ല. അതായത് ധോണി ഒഴിച്ച് ബാക്കി എല്ലാവരും യുവരാജ് സിംഗിൻ്റെ ഒരു പ്രൗഢിയിൽ വീണ് കഴിഞ്ഞു. ഓക്കെ, പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ വന്നപ്പോൾ അവരൊന്നും അല്ലാതെയായി. ഓക്കെ, ധോണി പക്ഷേ അതിന് മൈൻഡ് ചെയ്യാതെ പോയി. ഓക്കെ, അത് ധോണി ഓക്കെ പ്ലെയർ എന്ന രീതിയിൽ തന്നെ പോയി. അപ്പോൾ ധോണി പറയണത് ഞങ്ങൾ മാച്ച് തോറ്റത് ഗ്രൗണ്ടിലല്ല, ഞങ്ങൾ ഇന്നലെ ടെന്നീസ് കോർട്ടിലെ മാച്ച് തോറ്റായിരുന്നു എന്ന രീതിയിൽ ധോണി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ കണ്ടൻറ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഓപ്പോസിഷനെ പേടിക്കരുത്. അതായത് മാനസികമായിട്ട് നമ്മളെ തോൽപ്പിക്കാൻ കഴിയും ഓപ്പോസിഷൻ നിൽക്കുന്നത്. അതിപ്പോൾ എന്ത് കാര്യം ശരി, എന്ത് കോമ്പറ്റീഷൻ, എക്സാം ആകാം, മാച്ചസ് ആവാം, ക്രിക്കറ്റ് മാച്ചസ് ഓർ സ്പോർട്സ് റിലേറ്റഡ് ആകാം. നമ്മുടെ ഓപ്പോസിഷൻ നിൽക്കുന്നത് ആരാണെന്നുള്ളത് നമ്മുടെ മാറ്ററേ ആകരുത്. ഓക്കെ, നമ്മുടെ ഓപ്പോസിഷൻ ആര് വേണമെങ്കിൽ വന്നോട്ടെ, ഞാൻ ജയിക്കാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ജയിക്കാൻ വന്നിരിക്കുകയാണെന്നുള്ള തോട്ടിൽ മാത്രം എപ്പോഴും നമ്മൾ വിശ്വസിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ചുമ്മാ ടി വിയൊക്കെ അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കണം, നമ്മളിങ്ങനെ കാണുകയാണ് സിംഹം അതിനെ ക്യാച്ച് ചെയ്യണം, ഇതിനെ ക്യാച്ച് ചെയ്യണം. അതൊക്കെ നമുക്ക് ഭയങ്കര എന്താ അത് പേടി. സിംഹം പറഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവർക്കും പേടിയുണ്ടല്ലോ. ഓക്കെ, പേടിക്കണം, സിംഹത്തിനെ പേടിക്കണം. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരു കാട്ടിൽ പോയി പെടുകയാണ്, നിങ്ങളൊരു സിംഹത്തിൻ്റെ ഫ്രണ്ടിൽ പോയി പെടുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിംഹത്തിനെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഹത്തിനെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. സിംഹത്തിനെ കീഴടക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫുള്ളൂ. ഓക്കെ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ സിംഹത്തിനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം നിങ്ങൾ പേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഓവറാണ്. ഓക്കെ, ഓവർ. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, നമ്മളൊരു കാര്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ മൈൻഡിലാവും. അത് ഭയങ്കര ഇതാണ് സൂപ്പറാണ്. ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റേ കളിക്കാത്ത പേഴ്സണാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പറയാം, അവരുടെയൊക്കെ ബോൾ ചെയ്ത് തന്നെ നമ്മൾ അങ്ങനെയാവും, അല്ലെങ്കിൽ അവർക്കെതിരെ ബാറ്റ് ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ് പറയും. പക്ഷേ വൺസ് യു ആർ ഇൻ ടു ദ ഗെയിം എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പേടി എന്നൊരു സാധനം അവിടെ കീപ്പ് ചെയ്ത് ഓപ്പോസിഷനോട് യാതൊരുവിധ ഫിയറും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ എൻ്റെ ഓപ്പോസിഷൻ ആരാണെന്ന് എൻ്റെ മാറ്ററല്ല, അവരെത്ര സ്ട്രെങ്ത് ആണെന്നുള്ളത് എൻ്റെ മാറ്ററല്ല, അവരെന്താണെന്നുള്ളത് എൻ്റെ മാറ്ററല്ല. ഐ ആം ജസ്റ്റ് ഹിയർ ടു വിൻ. ദാറ്റ് മൈൻഡ് സെറ്റ് എപ്പോഴും, അത് നമ്മൾ ഏത് ലൈഫ് സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ബേസിക്കലി എല്ലാവരും ഫിയർലെസ് ആയി മാറുക, ഏറ്റവും ടോപ്പിൽ ഞാൻ ജയിച്ചു എന്നുള്ള ഉറപ്പ് വരുമ്പോഴാണ്. അങ്ങനെയല്ല, വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന സമയത്തും ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ്. ഓക്കെ, നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ, അതായത് നമ്മുടെ ഓപ്പോസിഷനെ നമ്മളെ മാനസികമായിട്ട് തളർത്താൻ പറ്റും. ഓക്കെ, മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ലെല്ലാം വീക്കായി മാറും. ഓക്കെ, ഒരു വ്യക്തി മാനസികമായി തളർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്കില്ലെല്ലാം ഇനാക്റ്റീവ് ആവും. ഈവൻ നമ്മുടെ ധോണിയുടെ സ്റ്റോറി പറഞ്ഞ സമയത്തും മറ്റുള്ള പ്ലെയേഴ്സ് എല്ലാം ഭയങ്കര ടാലൻറ്റ് പീപ്പിൾസ് ആയിരുന്നു. പക്ഷേ യുവരാജ് സിംഗിൻ്റെ മുന്നിൽ അവർ മാനസികമായി തളർന്നു പോയി. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ബെറ്ററായി കളിച്ചിട്ടുണ്ടായില്ല. ഓക്കെ, നല്ല ടാലൻറ്റ് പ്ലെയേഴ്സാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്താണ്, ഇപ്പോൾ ഒരു എക്സാം, ശരി, മെജോറിറ്റി പീപ്പിൾ എക്സാമിനെ കുറിച്ച് ടഫസ്റ്റ് എക്സാം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു എക്സാമിന് നിങ്ങളുടെ മേലെ ഡോമിനേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അത് അലോ ചെയ്യരുത്. ഓക്കെ, ഒരു കാരണവശാലും ഒരു എക്സാം അല്ലെങ്കിൽ ഇന്ന കാര്യം ഇതാണ് അതൊരിക്കലും പറ്റാത്ത പറഞ്ഞാൽ ആ ഒരു കാര്യത്തിന് നമ്മുടെ മേലെ നമ്മൾ ഡോമിനേഷൻ കൊടുക്കണം. ആ ഡോമിനേഷൻ കൊടുക്കരുത്. എപ്പോഴും നമ്മളയക്കണം ഹെഡ് കീപ്പിൽ. ഒബ്വിയസ്ലി നമ്മുടെ ഓപ്പോസിഷനെ റെസ്പെക്റ്റ് ചെയ്യണം. യാതൊരുവിധ റെസ്പെക്റ്റ് ഇല്ലാതെ ബിഹേവ് ചെയ്യരുത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എത്രത്തോളം സ്ട്രോങ്ങർ ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഓപ്പണൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ ഒരു കാരണവശാലും അതിനെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. യു ഷുഡ് ഏബിൾ ടു കീപ്പ് യുവർ ഹെഡ് ആൾവേസ്. അല്ലേ, നമ്മളിങ്ങനെ അയ്യോ പറഞ്ഞ് പേടിച്ചിട്ടുള്ളവർ അതായത് യെസ് ഐ എം ഹിയർ. ഇപ്പോൾ നമ്മുടെ ഇളയ തളപതി വിജയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉങ്കേടാം എനിക്ക് ഭയമുള്ള. ഓക്കെ, അതായത് എല്ലാം നിങ്ങളുടെ ആയിരിക്കാം, എല്ലാം നിങ്ങൾക്ക് അയക്കാം, പക്ഷേ എനിക്ക് പേടിയില്ല എന്ന മൈൻഡ് സെറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തോറ്റുപോകും ഷുവറായിട്ടും. അതിനും മാനസികമായിട്ട് ആ ഒരു ഓപ്പോസിഷനെ നമ്മളെ തളർത്താൻ കഴിയും. ഓക്കെ, ഞാൻ CA പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഭയങ്കര പേടിയാണ് CA എക്സാം. ഓൾമോസ്റ്റ് ഒരു 3 or 4 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ CAനെ പേടിക്കാതാണ്. ഓക്കെ, എൻ്റെ ഒരു 2013 ഞാൻ CA ചെയ്യാൻ തുടങ്ങിയ സമയത്ത് CA പേടിക്കാതെ ഞാൻ കാണാൻ ഒരു 2016 വരെ എത്തി. ഓക്കെ, 2016 അതുവരെ എനിക്ക് CA എന്ന എക്സാം ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമുകളിലൊന്ന്. നമുക്കാണെങ്കിൽ പല കാര്യങ്ങളും അറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ പോയി പാസ്സാകുന്നത് എന്നൊരു തോട്ടിലാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്നൊരു തോട്ടിലാണ് ഞാൻ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2016 സമയത്താണ് എൻ്റെ മൈൻഡ് സെറ്റേ മാറുന്നത്. ഓക്കെ, ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ്.
അല്ലേ? നിങ്ങൾ അപ്പോൾ ആ 2016 മുതൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് ചോദിച്ചാൽ, യു മേ ബി ദ ടഫസ്റ്റ് എക്സാം ഇൻ ദ കൺട്രി ബട്ട് ഐ എം ഗോയിങ് ടു ടേക്ക് യു എന്ന ലെവലിലാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. യു ആർ ടഫ് ബട്ട് ഐ എം ടഫർ ദാൻ യു എന്ന ലെവലിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്തയിൽ നിന്ന് വളരെ കുറച്ച് ഇയർ പാസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ എക്സാം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ അച്ചീവ് ചെയ്തതിന് ശേഷം, അതായത് ആ ഒരു ഐ എം നോട്ട് ഗോയിങ് ടു ഫിയർ യു എന്നൊരു മൈൻഡ് സെറ്റ് ഞാൻ അച്ചീവ് ചെയ്തതിന് ശേഷം സേർട്ടൻ ടൈമിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ എക്സാം എല്ലാം ക്ലിയർ. അതുവരെ ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഈ എക്സാമൊക്കെ എങ്ങനെയാണ് ഞാൻ പഠിക്കുക, ആ എക്സാം ടഫസ്റ്റ് എക്സാം. അതായത് ഈ ടഫസ്റ്റ് എക്സാം എന്നുള്ള കാര്യം നമ്മൾ ആരോടൊക്കെ സംസാരിക്കണം ആ വ്യക്തികളൊക്കെ നമ്മളോട് വന്ന് പറയും ടഫ്. ഫോർ എക്സാമ്പിൾ പറയാൻ, ഞാൻ പഠിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് വീട്ടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഒരു ആൽമരമുണ്ട്, അതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഞാൻ പഠിക്കാം. അപ്പോൾ ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്ന വ്യക്തികളെല്ലാം എന്നെയും കൂടി തൊഴുതിട്ടാണ് പോവുക. കാരണം ഞാൻ ഇരിക്കുന്നതിന് ചുറ്റിയിട്ടാണ് ഇവർ പോവുക. അപ്പോൾ ഈ ചുറ്റിനേരിൽ കുറച്ച് ആൾക്കാർ, അതായത് അത്യാവശ്യം എനിക്ക് കുറച്ച് വിവരം അല്ലെങ്കിൽ അവർ സ്വയബുദ്ധി ഉണ്ട്, കുറച്ച് ബുദ്ധിയും വിവരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കുറച്ച് വ്യക്തികൾ വന്നിട്ട് എന്നെ അങ്ങനെ നോക്കും. എന്താ ചെയ്യണേ? CA ഓക്കെ, പഠിക്കുകയാണ്. കോച്ചിങ് ഇല്ല, ഓക്കെ. ടഫല്ലേ, പാസ്സാവോ? അല്ലെങ്കിലേ നമ്മൾ പേടിച്ചിരിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇവരും കൂടി വന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ ഇഞ്ചക്ഷൻ ഇട്ട് കുത്തണ പോലെയാണ്. ഇഞ്ചക്ഷൻ ഇട്ട് കുത്തി കുറച്ചുകൂടെ ടഫല്ലേ, ഇങ്ങനെ പഠിച്ചാൽ ശരിയാവോ, പാസ്സാവോ? ഈ വരുന്നവരെല്ലാവരും എനിക്ക് ഈ ഇഞ്ചക്ഷൻ തന്നുകൊണ്ടേയിരിക്കും. പാസ്സാവോ പേടി കൂട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ അല്ലെങ്കിലേ നമ്മൾ ഓപ്പണൻറ്റിനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഓപ്പണൻറ്റിന് ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഭാഷയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്തറാണ് വരുന്നത്, നിൻ്റെ തല എടുക്കും എന്നൊക്കെ പറയട്ടെ. അതുപോലെയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്തും ആൾക്കാരിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ആരും വന്നിട്ട് ഡോണ്ട് വറി, ഡോണ്ട് ഫിയർ എന്ന രീതിയിൽ ആൾക്കാരിങ്ങനെ പേടിപ്പിക്കാനുള്ള പഠിത്തം. അതാണ് പറഞ്ഞത്, ഔട്ട്സൈഡുള്ള ആൾക്കാർ പല കാര്യത്തിനും പേടിക്കും. ഓക്കെ, വൺസ് ഒരു ഗ്രൗണ്ടിൻ്റെ പുറത്തുള്ള വ്യക്തിക്ക് എന്ത് വേണമെങ്കിൽ പേടിക്കാം, സിറ്റുവേഷനിലാണ് പേടിക്കാം, പേടിക്കാതിരിക്കാം. ഓക്കെ, പക്ഷെ വൺസ് നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഫിയർ എന്നുള്ള സാധനം എടുത്ത് അപ്പുറത്ത് വെക്കണം. ഓക്കെ, കാരണം ഐ എം ഹിയർ ടു വിൻ, ഓൺലി ടു വിൻ. ഓക്കെ, പിന്നെ എന്ത് സിറ്റുവേഷനാണ് ഇതൊന്നും അവിടെ മാറ്റർ ചെയ്യില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഫിയർ യു. എൻ്റെ ആ ഒരു ഓപ്പോസിഷനോടുള്ള മൈൻഡ് സെറ്റ് എപ്പോഴും ഫിയർലെസ് ആയി ഐ എം ഗോയിങ് ടു ടേക്ക് യു എന്ന ലെവലിലേക്ക് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ ടേക്ക് ഓൺ ചെയ്യും. ഓക്കെ, അതൊരു സംശയം വേണ്ട. പിന്നെ അവരാണ് മെജോറിറ്റി എന്ന് പറയാം, അതായത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഓക്കെ, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളൊരു ടഫസ്റ്റ് എക്സാമാണ് ഫേസ് ചെയ്യണമെന്ന് വയ്ക്കുക, നിങ്ങളായിരിക്കും ഒറ്റയ്ക്ക്. ആ എക്സാം പ്ലസ് ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ്, ഇത് എഴുതണം ടഫസ്റ്റ് നോ ടഫസ്റ്റ്. അതായത് ആ എക്സാമിൻ്റെ ഒരു ഫിയർ വേറെ, ഈ എക്സാമിനെ ഫിയർ ആണെന്നുള്ളൊരു വലിയ ഫിയർ കയറ്റാൻ വേണ്ടി ഒരുപാട് പീപ്പിൾസ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അവർ മെജോറിറ്റിയിലായിരിക്കും, നമ്മൾ മൈനോറിറ്റിയിലായിരിക്കും. അപ്പോൾ മെജോറിറ്റി വിജയിക്കുക പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഓക്കെ, അപ്പോൾ മൈനോറിറ്റി ആയിട്ട് നിന്നിട്ട് നമ്മൾ ആ ഫിയർ കോൺക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഫിയർലെസ് ആയിരിക്കണം. ഓക്കെ, അത്രത്തോളം ഗട്ട്സ് ഉണ്ടാവണം നമുക്ക്. ഓക്കെ, അപ്പോൾ പേടിക്കാതിരിക്കുക. നമ്മൾ പേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം നമ്മൾ നമ്മുടെ ഓപ്പണൻറ്റിനെ കീഴടക്കും, ഡെഫിനറ്റ്ലി കീഴടക്കും.